ദ ഗവൺമെന്റ് യു എലക്ട് ഈസ് ദ ഗവൺമെന്റ് യു ഡിസർവ്. 1743 ഏപ്രിൽ 13 ജനിച്ച് 1801 മുതൽ 1809 വരെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന തോമസ് ജെഫേഴ്സന്റെ വാക്കുകളാണിവ. ജോർജ് വാഷിംഗ്ടണിനും ജോൺ ആഡംസിനും ശേഷം അമേരിക്കയുടെ 3ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. 1761 തന്റെ 16ാമത്തെ വയസ്സിൽ അമേരിക്കയിലെ പ്രശസ്തമായ കോളേജ് ഓഫ് വില്യം ആൻഡ് മേരിയിൽ ഉപരിപഠനത്തിന് കയറിയ ആളാണ് അദ്ദേഹം. തോമസ് ജെഫേഴ്സനും ഇന്ത്യയിലെ ഭരണത്തിനും തമ്മിൽ എന്താണ് ബന്ധമല്ലേ? ബന്ധമുണ്ട്, വിപരീത ബന്ധം. അദ്ദേഹം ഏതാണ്ട് 300 വർഷം മുൻപ് പറഞ്ഞ ആ വാക്കുകളും ലോകത്തിലെ ഏറ്റവും വലിയ വൻശക്തിയായി 126 വർഷം മുൻപ് 1898 അമേരിക്ക മാറിയതും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ മുതൽ ഇന്ന് വരെ അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രസിഡന്റുമാരും ഉന്നതമായ വിദ്യാഭ്യാസമുള്ളവരും ധിഷണാശാലികളും എന്നുള്ളതാണ് 126 വർഷം മുൻപ് തന്നെ അമേരിക്ക ലോകത്തിലെ വൻശക്തിയായി മാറുവാനുള്ള കാരണം. ഇന്ത്യയും അങ്ങനെ തന്നെ ആയിരുന്നു തുടങ്ങിയത്. വലിയ ധിഷണാശാലികളായിരുന്നു നെഹ്റു, ശാസ്ത്രി മുതൽ ലോകോത്തര എക്കോണമിസ്റ്റ് ആയിരുന്ന മൻമോഹൻ സിംഗ് വരെ. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി എന്താണ് ഇന്ത്യയുടെ സ്ഥിതി? പ്രധാനമന്ത്രി മുതൽ മറ്റ് മന്ത്രിമാർ വരെ വെറും ഫേക്ക് ന്യൂസുകളും മതവിദ്വേഷവും പ്രചരിപ്പിക്കുന്ന വിദ്യാഭ്യാസമില്ലാത്തവരാണെങ്കിൽ ഇന്ത്യ പോലെയുള്ള രാജ്യം എങ്ങനെ മുന്നേറും? 2024 രാജ്യത്തിന്റെ വനിതാ ശിശുക്ഷേമ സഹമന്ത്രിയായി മോദി തെരഞ്ഞെടുത്തത് മധ്യപ്രദേശിലെ ധാറിൽ നിന്ന് 2ാമതും MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട സാവിത്രി താക്കൂറിനെയാണ്. 46 വയസ്സുള്ള ഇവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് 2018 ഉറുദു എഡ്യൂക്കേഷൻ ബോർഡിൽ നിന്നും ഇവർ 12ാം ക്ലാസ് പാസ്സായിട്ടുണ്ടെന്നാണ്. സത്യവാങ്മൂലവും സത്യവും തമ്മിൽ എത്ര ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഇവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം. ഇവർ പറഞ്ഞതനുസരിച്ച് ഇവർ 12ാം ക്ലാസ് പാസ്സായത് 2018 ഇവരുടെ 40ാം വയസ്സിലാണ്. ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വന്നെങ്കിലും ഓക്കെ, 1ാം ക്ലാസ് പാസ്സായവർക്ക് ബേസിക് വാക്കുകളെങ്കിലും എഴുതാൻ കഴിയണമല്ലോ. ഇവരെ ധാറിലെ ഒരു സ്കൂളിൽ വിദ്യാർത്ഥികൾ അവധി കഴിഞ്ഞ് സ്കൂളിലേക്ക് തിരിച്ചു വരുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പ്രചോദനമാകുന്നതിനു വേണ്ടി ബോർഡിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് ആദ്യമായി എഴുതുന്നതിന് ക്ഷണിച്ചു. ഇവിടെ അവർ ബോർഡിൽ എഴുതുന്നതിന്റെ വീഡിയോ കണ്ടോ? ഏതാണ്ട് കുത്തി വരയ്ക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, ഇടയ്ക്ക് എഴുത്ത് നിർത്തുന്നു, ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നു. അവസാനം അവർ എഴുതിയിരിക്കുന്നത് കണ്ടോ? ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് എഴുതുന്നതിന് പകരം എഴുതിയിരിക്കുന്നത് എന്താണെന്ന് തന്നെ അറിയില്ല. ബേഡി പഠാവോ ബച്ചാവ് എന്നോ മറ്റോ. പൊട്ടത്തെറ്റെന്ന് പറഞ്ഞാൽ പോരാ, ഹിന്ദി അക്ഷരമാല കണ്ടോളൂ, അതിൽ അവർ ഉപയോഗിച്ച അക്ഷരങ്ങൾ അറിയാൻ. യഥാർത്ഥത്തിൽ ഹിന്ദിയിൽ എഴുതേണ്ടത് ഇങ്ങനെ, പക്ഷെ അവർ എഴുതിയത് ഇങ്ങനെ. ഇവർക്ക് വോട്ട് ചെയ്ത ജനങ്ങളെ പറഞ്ഞാൽ മതി. ഇതാണ് ദ ഗവൺമെന്റ് യു എലക്ട് ഈസ് ദ ഗവൺമെന്റ് യു ഡിസർവ് എന്ന് തോമസ് ജെഫേഴ്സൺ പറഞ്ഞത്. പെൺകുട്ടികളുടെ ശാക്തീകരണത്തിന്റെ ചുമതലയുള്ള മന്ത്രിയുടെ വിവരം ഗോദി മീഡിയ ടൈംസ് ഓഫ് ഇന്ത്യ പോലും നാണം കെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതി. അവർ പറഞ്ഞത് കണ്ടോ? അവർ എന്തോ കുത്തിവരച്ചു, ബേഡി പഠാവോ ബച്ചാവോ എന്നോ മറ്റോ. എത്ര അപമാനകരമായ കാര്യമാണ്. കേന്ദ്ര ശിശുക്ഷേമ മന്ത്രിക്ക് ഹിന്ദിയിലെ 4 വാക്ക് എഴുതാൻ പോലും അറിയില്ലെന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെ മുന്നിൽ വെളിപ്പെട്ട കാര്യമെന്ന്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഈ ഹെഡിങ് കണ്ടോ? ശിവസേന നേതാവ് പ്രിയങ്ക ചതുർവേദി പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ വാക്കുകൾ എഴുതാൻ അറിയില്ലെങ്കിലും അതിന്റെ അർത്ഥമെങ്കിലും അവർക്ക് മനസ്സിലാകുമെന്നും സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനുള്ള വെല്ലുവിളികളും വേദനയും മനസ്സിലാവുമെന്നും ഞാൻ പ്രത്യാശിക്കുന്നു. അവർക്ക് അവരുടെ കടമയുടെ ഉത്തരവാദിത്വമുണ്ടെങ്കിൽ രാജ്യത്തെ മറ്റൊരു പെൺകുട്ടിക്കും അവരുടേതുപോലുള്ള അവസ്ഥയുണ്ടാകാതെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും സ്ത്രീ സുരക്ഷയ്ക്കും മറ്റും വലിയ മുൻഗണന കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന്. വേറൊരാൾ പറഞ്ഞത് ഇവർ മോദി മന്ത്രിസഭയ്ക്ക് വലിയ മുതൽക്കൂട്ടാവും, ഇതുപോലെയുള്ളവരെയാണ് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഇത് എത്ര കഷ്ടമാണെന്ന് പറയാൻ കൂടി വയ്യ. കഴിഞ്ഞ 10 വർഷത്തെ ഭരണം രാജ്യത്തെ എല്ലാ മേഖലയും പിന്നോട്ടടിച്ചു. ഇപ്പോൾ വീണ്ടും അവരെ തന്നെ തിരഞ്ഞെടുത്ത ജനത്തോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത് അർഹിക്കുന്നു. ദയവായി ജനങ്ങളെ വിദ്യാഭ്യാസമുള്ള, വിവേകമുള്ള, സംസ്കാരമുള്ള ആളുകൾക്കല്ലാതെ മറ്റാർക്കും വോട്ട് ചെയ്യല്ലേ. മതത്തിന്റെ, ജാതിയുടെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ, ലിംഗത്തിന്റെ അങ്ങനെ എന്തെങ്കിലും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന, വോട്ട് ചോദിക്കുന്ന ആർക്കും, അങ്ങനെയുള്ള പാർട്ടികൾക്കും ഒരു വോട്ട് പോലും ചെയ്യരുത്. ഇന്ത്യ പോലെയുള്ള രാജ്യത്തിന് വളരണമെങ്കിൽ വളരെ വിവേകമുള്ള, വിദ്യാഭ്യാസമുള്ള, അറിവുള്ള, കഴിവുള്ള, ഇൻഫോംഡ് ആയ, ധാർഷ്ട്യമില്ലാത്ത ആളുകൾക്ക് മാത്രമേ വോട്ട് ചെയ്യാവൂ. അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗതി അധോഗതിയാവും.